ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ചെതല് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിസർവേറ്റീവ് അടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റർ ഡോക്ടർ ഫിക്സിലെ ടെർമിനേറ്റർ സ്ട്രക്ചർ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞ് അതാണ് മേടിച്ചിരിക്കുന്നത്. 25 ലിറ്ററാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 ലിറ്ററിന് 15 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ 1 ലിറ്റർ കലക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടൽ 25 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. അപ്പം 375 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടത്. ഇത് കലക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ ഫ്ലോറിൽ ഫുള്ള് നമ്മൾ ഒരു കമ്പി എടുത്ത് അരയിഞ്ച് കമ്പി ആഴത്തിൽ അരയിഞ്ച് ആഴത്തിൽ നമ്മളിത് ഇരുത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹോൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ജാർ എടുക്കുക. 375 ലിറ്റർ അളന്ന് നമ്മൾ ആ ജാറിനകത്തോട്ട് നല്ല വൃത്തിയായിട്ട് കലക്കി വെക്കുക. കലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കണം. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഗ്ലൗസും മാസ്കും എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിന്റെ എല്ലാ ഇടത്തും കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യം ആ ഹോള് ഫില്ലപ്പ് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഓരോ കോർണറിലും നമ്മളിത് ഇടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ റൂമിലും പ്രത്യേകിച്ച് ബാത്റൂം അങ്ങനെ എല്ലാ റൂംസിൽ എത്രമാത്രം സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അത്രമാത്രം എല്ലാം അവിടെ എല്ലാം ചെയ്യുക. പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടെന്ന് പറഞ്ഞാൽ വീടിന്റെ 4 മൂലയ്ക്കൂടെ സൈഡ് ചേർത്ത് കുഴിച്ച് അതിനകത്തിലൂടെ ഇത് ഫിൽ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അവർ എഴുതി വെച്ചിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ടാണ് നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ പല പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മുടെ കുറെ ഫ്രണ്ട്സിന്റെയൊക്കെ വീട്ടിൽ ഇതുപോലെയാണ് ചെയ്തത്. നമ്മൾ തന്നെത്താനെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം നല്ല ഇതിന്റെ സ്മെൽ ഉണ്ടാവും. നല്ല അഫക്റ്റീവ് ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം 2-3 ദിവസം ഈ സ്മെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നല്ല വായു വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിനകത്തിലേക്ക് കൂടുതൽ വീടിനകത്തുള്ള പരിപാടികൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് ഈ പറയുന്ന ടെർമിനേറ്റർ സ്ട്രക്ചർ പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന ഇത്. ഓക്കെ, അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ, ഇത് മാക്സിമം ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. 99%ഉം ഇതിനകത്തിൽ നല്ല റിസൾട്ടാണ് കിട്ടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാടം ആ ഭാഗത്തൊക്കെ അടുത്തുള്ള വീടുകൾ പുതുമണ്ണൊക്കെ ഉള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതല് കയറാനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കയറാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം വെച്ചാൽ നമ്മൾ ബെൽറ്റ് വാർപ്പ് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ ഫിക്സിറ്റിന്റെ തന്നെ ഇതിന്റെ ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അത് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫ്ലോർ വന്നു കഴിഞ്ഞപ്പോൾ ഇതും നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ഇത് ചെയ്ത ആൾക്കാരൊക്കെ 10-12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത വീടുകളിലൊക്കെ ചെതല് വന്നപ്പോൾ പോലും അവർ പറയുന്നുണ്ട് നല്ല റിസൾട്ടാ കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ കമ്പനിയുടെ അവർ പ്രത്യേകിച്ച് പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രിസർവേറ്റീവ് ചെയ്തത് കൊണ്ടാണ് അവരുടെ വീട്ടിൽ ചെതല് കയറാത്തത്. കാരണം വെച്ചാൽ ഈ ചെതല് കയറുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുക്കളയുടെ കബോർഡ്, പിന്നെ എന്താ പറയാ ചില പ്ലൈവുഡുകളിലൊക്കെ പെട്ടെന്ന് കയറാറുണ്ട്. പിന്നെ അടുക്കളയുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സ്റ്റോർ റൂമിന്റെ ആ ഭാഗത്തു നിന്നായിരിക്കും ചെതലിന്റെ സ്റ്റാർട്ടിങ്. സോ സൂക്ഷിക്കുക. ഓക്കെ ഗൈസ്.